കൊടകരയിൽ നടപ്പാക്കാനിരുന്ന ഗതാഗത പരിഷ്കാരം വിവാദത്തിൽ. പ്രതിപക്ഷ കക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തിറങ്ങിയതോടെ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത് നീട്ടിവെച്ചു. കൊടകര ടൗണിലെ വെള്ളിക്കുളങ്ങര റോഡിലുള്ള ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇരുഭാഗത്തേക്കുമുള്ള ബസ്സുകൾ നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് മറ്റു വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിനിടയാക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇതിന് പരിഹാരമായാണ് വെള്ളിക്കുളങ്ങര ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് ജൂൺ 1 മുതൽ പഴയ ദ്വാരക ജംഗ്ഷൻ പരിസരത്തേക്ക് മാറ്റിക്കൊണ്ട് പഞ്ചായത്ത് അധികൃതർ തീരുമാനമെടുത്തത്. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികളായ ബിജെപിയും സിപിഎമ്മും രംഗത്ത് വരികയും ട്രാഫിക് കമ്മിറ്റിയിൽ ഈ തീരുമാനത്തെ എതിർക്കുകയുമായിരുന്നു. ബസ് സ്റ്റോപ്പ് മാറ്റാനുള്ള തീരുമാനം ജനദ്രോഹപരമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണിതെന്നും LDF ആരോപിച്ചു. അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൊടകരയിലെ യാത്രക്കാർക്ക്, ബസ് യാത്രക്കാർക്ക് വലിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ബസ് ഇറങ്ങി വരുന്ന യാത്രക്കാർക്ക് അങ്ങാടിയിലേക്കും മറ്റു സേവനങ്ങൾക്കും പോകേണ്ടി വരിക. ഇപ്പോൾ വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അകലം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ശാന്തി ആശുപത്രിയിലേക്കും ചാലക്കുടിയിലേക്കും പോകുമ്പോൾ കൂടുതൽ ദൂരം നടക്കേണ്ട സാഹചര്യം വരികയാണ്. ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന്, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. വെള്ളിക്കുളങ്ങര ഭാഗത്തുനിന്നുള്ള ബസ്സുകൾ ദ്വാരക ജംഗ്ഷനിൽ നിർത്തി ആളെ ഇറക്കുന്ന പരിഷ്കാരം നടപ്പാക്കിയാൽ യാത്രക്കാർ ഏറെ ദുരിതം നേരിടുമെന്നും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പോകാനായി വരുന്നവർക്ക് ഏറെ ദൂരം നടക്കുകയോ ഓട്ടോ വിളിച്ചു പോകേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ ഇതുമൂലം വരുമെന്നും BJP അംഗം പറഞ്ഞു. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, ജനങ്ങളെ മാത്രമല്ല സ്കൂൾ കുട്ടികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്രയും കഠിനമായ ഒരു ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ബസ് സ്റ്റോപ്പ് മാറ്റുകയല്ല വേണ്ടത്, ബസ് സ്റ്റാൻഡ് നവീകരിച്ച് വരുന്നതും പോകുന്നതുമായ, ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകുന്നതും വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുന്നതുമായ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറിയ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന രീതിയിൽ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ഒരു പുനരുദ്ധാരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് BJP ഭാരവാഹികളും വാർഡ് അംഗങ്ങളും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. അതേസമയം വെള്ളിക്കുളങ്ങര റോഡിലെ ഗതാഗത കുരുക്കും പൊതുജനങ്ങളുടെ പരാതിയും കണക്കിലെടുത്താണ് നേരത്തെ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി കൂടി ഭൂരിപക്ഷാംഗങ്ങളുടെ പിന്തുണയോടെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പരാതികൾ പരിശോധിച്ച് ഉചിതമായ പരിഹാരം കാണുകയും അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും ചെയ്ത് ബസ്സുകൾ നിർത്താനുള്ള ക്രമീകരണം ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമായതായി പ്രസിഡന്റ് അറിയിച്ചു. ട്രാഫിക് കമ്മിറ്റി ഒന്നുകൂടി വിളിച്ചു ചേർത്തിക്കൊണ്ട് ഇവിടുന്ന് ബസ് നിർത്തുന്ന സംവിധാനം മാറ്റി പകരം മറ്റൊരു സ്ഥലത്തേക്ക്, 2 സ്ഥലത്തേക്കും പോകാവുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥലം കൂടി കണ്ടെത്താനായിട്ട് വീണ്ടും ട്രാഫിക് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കാനായിട്ട് തീരുമാനിച്ചു. TCV ന്യൂസ്, കൊടകര.